നമസ്കാരം. ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ചരിത്രപ്രസിദ്ധമായ കോട്ടയം സൂര്യകാലടി മനയിൽ സെപ്റ്റംബർ 3 മുതൽ 7 വരെ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്കായി ഒരുങ്ങുകയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ള പ്രമുഖർ ഈ പരിപാടികളിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിക്കുന്ന ഇവിടെ എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ, എന്തൊക്കെ ചടങ്ങുകളാണ് ഈ വർഷം വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്ക് നടക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മളോടിപ്പോൾ ഇവിടുത്തെ ആചാര്യനായ സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട് നമ്മളോട് പ്രതികരിക്കും. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. വിനായക ചതുർത്ഥി ആണ് നമ്മുടെ ഉത്സവം. എല്ലാ വർഷവും ഒരുപക്ഷെ ഏറ്റവും പഴയ ഗണേശ ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്ന ഈ പദ്ധതിയും ഇവിടെ വച്ചായിരിക്കും. ഇവിടെ ആയതുകൊണ്ട് തന്നെ ക്രിയകൾക്കാണ് പ്രാധാന്യം കൂടുതൽ. ക്രിയകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണപതിയുടെ ശുദ്ധി മുതലായവ, സഹസ്രകലശം, ഇതൊക്കെ ആദ്യ ദിവസങ്ങളിൽ നടക്കും. പിന്നീട് തൃതീയയുടെ അന്ന് ശ്രീചക്ര പൂജ നടക്കും. പിറ്റേ ദിവസം, അതായത് ചതുർത്ഥി ദിനത്തിൽ ചതുർത്ഥിയുടെ ക്രിയകളും ഒക്കെ നടക്കും. ആദ്യത്തെ 3 ദിവസം കലശം ആയിട്ട് പോകും. അതായത് സഹസ്രകലശത്തിൻ്റെ അതിന് കുറേ ഒരുക്കങ്ങളുണ്ട്, കുറേ കർമ്മക്രിയാദികളൊക്കെ ഉണ്ട്. ആദ്യത്തെ 3 ദിവസം അങ്ങനെയാണ് പോകുന്നത്. 4-ാമത്തെ ദിവസമാണ് തൃതീയ വരുന്നത്. തൃതീയയുടെ അന്നാണ് എല്ലാ വർഷവും നടത്തുന്ന ശ്രീചക്ര പൂജ വരുന്നത്. ശ്രീചക്ര പൂജ സാധാരണ എല്ലാ വർഷവും ത്രികാല പൂജയായിട്ട് നടത്തുകയാണ് പതിവ്. ഇത്തവണ ഒരല്പം വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ശ്രീചക്ര യാഗം ആയിട്ടാണ് നടത്തുന്നത്. അതിൽ കുറച്ച് സാധാരണ ശ്രീചക്ര പൂജ കൂടാതെ തന്നെ അതിൽ വരുന്നത് ബാല, ഗണപതി, ബാല, മാതങ്കി, വാരാഹി മുതലായിട്ടുള്ള ദേവതമാരുടെ സവര്യകൾ, അതായത് മണ്ഡലത്തിലെ പൂജ, ഹോമം, തർപ്പണം, മാർജനം ഇത്യാദി, അതിനൊരു യാഗത്തിൻ്റെ ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിനനുസരിച്ച് ഈ പറയുന്ന ദേവതകളുടെ കൂടെ ആദ്യം നടക്കും. അതിനുശേഷം ശ്രീചക്ര പൂജ തുടരും. മറ്റ് ഉള്ളവ വൈകുന്നേരത്തേക്ക് തുടരുന്നില്ല. യാഗക്രമങ്ങളൊക്കെ ഏതാണ്ട് ഉച്ചയോണ്ട് അവസാനിക്കും. വൈകിട്ട് ഇതിൻ്റെ 3-ാമത്തെ തൃതീയ സവനം എന്നാണ് പറയുക. പാറസവനം ആദ്യം രാവിലെ നടത്തുന്നത്, ഉച്ചയ്ക്ക് മാധ്യന്തിന സവനം, തൃതീയ സവനമാണ് വൈകുന്നേരം നടത്തുന്നത്. ഇതാണ് ക്രമം. അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ വൈകുന്നേരവും വരുത്തിയിട്ടുണ്ട്. ക്രിയകളിൽ നേരത്തെ പറഞ്ഞാൽ യാഗസമ്പ്രദായത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൂടാതെ ഇത്തവണ ചില പ്രത്യേകതകൾ കൂടുതൽ വരുത്തിയിരിക്കുന്നത്, സാധാരണ ഇതിന് സുഹാസിനി പൂജ നടത്താറ് പതിവുണ്ട്. സുഹാസിനി പൂജയ്ക്ക് ഷോഡശി എന്ന് പറയുന്ന, ഷോഡശി എന്ന് വെച്ചാൽ 16 ബീജാക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ശ്രീവിദ്യാമന്ത്രം. ആ ക്രമത്തിൽ ഓരോ വിദ്യ എന്നുള്ള നിലയ്ക്ക് 16 പേരെ ഇരുത്തി അവർക്ക് ദേവി ആയിട്ട് തന്നെ സങ്കല്പിച്ച്, ദേവിയുടെ പ്രതിരൂപങ്ങളാണല്ലോ മനുഷ്യരൊക്കെയും നമ്മളൊക്കെയും തന്നെ ഈശ്വര പ്രതിരൂപങ്ങളോ ഈശ്വരന്മാർ തന്നെയാണ് വാസ്തവത്തിൽ. അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ആവശ്യവും. നമ്മളിലെ ഈശ്വരനെ, എൻ്റെ ശിവനെ എനിക്ക് തിരിച്ചറിയാറാകട്ടെ എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞല്ലോ, ആരോ ചോദിച്ചു എന്താണ് ഈ ശിവനെ പ്രതിഷ്ഠിക്കാൻ അങ്ങേക്കുള്ള യോഗ്യത എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതിലപ്പുറം വലിയൊരു മറുപടി അതിന് നൽകാനില്ല എന്നുള്ളതാണ്. അവനവൻ്റെ ശിവനെ, ഞാനാകുന്ന ശിവനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ പൂർണ്ണമായിട്ടുള്ള ലക്ഷ്യം അത് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ പറയുന്ന ബീജാക്ഷരങ്ങളുടെ ഒരു കണക്ക് വെച്ച് 16 സ്ത്രീകളെ ഇരുത്തി അവരെ പൂജിച്ച് വസ്ത്രാദി ദക്ഷിണ കൊടുക്കുകയാണ് പതിവ്. ഇത്തവണ അതൊന്ന് കുറച്ചൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതിന് പകരം 100 പേരെയാണ് സുഹാസിനി പൂജയ്ക്ക് ഇരുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് വെറുതെ പൂജ കഴിക്കുക മാത്രമല്ല, അവരെ ബാലാപരമേശ്വരിയായിട്ട് പൂജിച്ച് അവർക്ക് വസ്ത്രാദി ദക്ഷിണ കൊടുത്ത് പ്രദക്ഷിണ നമസ്കാരവും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അവരൊക്കെ ദേവിയുടെ പ്രതിരൂപങ്ങളായിട്ട് മാറുകയാണ്. മധ്യത്തിലുള്ള മഹാത്രിപുരസുന്ദരിയിൽ നിന്ന് ഓരോ ശക്തി അവരിലേക്ക് എത്തുന്നു എന്നാണ് നമ്മുടെ സങ്കല്പം. അങ്ങനെ അത് ആയിക്കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തതായിട്ടുള്ള സാരി ധരിച്ച് അവരൊക്കെയും നൃത്തം ചെയ്യും. നൃത്തം ചെയ്യുന്നത്
ഓരോ ആവരണ പൂജയ്ക്കും, അതായത് ഇത് ശ്രീചക്ര പൂജ എന്ന് വെച്ചാൽ ആവരണ പൂജയാണ്, നവാവരണ പൂജ എന്നാണ് അതിന് പറയുക. 9 ആവരണങ്ങളിൽ, ആവരണം വെച്ചാൽ റൗണ്ട് എന്ന് പറയാൻ വേണമെങ്കിൽ, അവ ഏറ്റവും അവസാനത്തെ പുറമേക്കുള്ള സർവാശാപരിപൂരക ചക്രം എന്ന് പറയുന്നത് ചക്രം മുതൽക്ക് അതിലുള്ള ദേവതമാരെ പൂജിച്ച് അത് ആ ചക്രേശ്വരിയും പൂജിച്ചു കഴിഞ്ഞാൽ അടുത്ത ഉള്ളിലെ ആവരണത്തിലേക്ക് കടക്കുന്നു, അതിലെ ദേവതമാരെ പൂജിക്കുന്നു. ഇതാണ് എൻ്റെ. അപ്പോൾ ഓരോരോ ആവരണങ്ങളാണ്, ഓരോരോ ആവരണ ദേവതകൾ കഴിയുന്തോറും ആ ബിന്ദുവിലേക്ക്, മധ്യത്തിലുള്ള ബിന്ദുവിലേക്ക് അഥവാ പരാഭട്ടാരികയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ആവരണ പൂജയും തീരുന്ന ഇവിടെ ഒരു പ്രത്യേകത വേറെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ആവരണ പൂജ നടക്കുമ്പോൾ തന്നെ മണ്ഡപത്തിൽ തന്നെ, പൂജാമണ്ഡപത്തിൽ തന്നെ ഈ നവ ആവരണങ്ങളുടെ കീർത്തനം പാടി നൃത്തം ചെയ്യുക, അതൊരു ഇവിടുത്തെ മാത്രം ഒരു പതിവാണത്. അത് പണ്ട് മുതലേ ചെയ്യാറുണ്ട്. ഓരോ ആവരണ പൂജാ സമയത്ത് തന്നെ ദേവിയുടെ ചുറ്റും നിന്ന് നർത്തകികൾ ആ ആവരണ കീർത്തനമുണ്ട്, മുത്തുസ്വാമി ദീക്ഷിതരുടെ നവാവരണ കീർത്തനങ്ങളുണ്ട്. അത് ഓരോ കീർത്തനങ്ങളും പാടി നൃത്തം ചെയ്യും ആ പൂജാ സമയത്ത് തന്നെ. ഇതൊക്കെയും ഈ ദേവാഭിമുഖമായിട്ടാണ് ഇതൊക്കെ നടത്താറുള്ളത്, അല്ലാതെ ഒരു ഷോ അല്ല, അതായത് ഒരു ഡെമോൺസ്ട്രേഷൻ, ഡാൻസ് ഡെമോൺസ്ട്രേഷൻ ഇതൊന്നുമല്ല, സ്റ്റേജിലുമല്ല. ദേവി മധ്യത്തിലുള്ള ആ ദേവിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പൂജ നടത്തുന്നതും നൃത്തം ചെയ്യുന്നതും ഭജിക്കുന്നതും പുഷ്പാഞ്ജലി നടത്തുന്നതും ഒക്കെയും ദേവാഭിമുഖമായിട്ട് അഥവാ ദേവിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആണല്ലോ നടത്തുക. അപ്പോൾ ഇവിടെ നൃത്തം ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഓരോ ആവരണവും ഓരോ കീർത്തനം പാടി നൃത്തം ചെയ്യും ഓരോ ആവരണ പൂജ സമയത്തും. അതിൻ്റെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള ഇടയ്ക്കുള്ള സമയത്ത് ഒരു ഉദ്ദേശം 1.5 മിനിറ്റോളം അതിൻ്റെ ഒരു ദീപാരാധനയുണ്ട്. ആ ദീപാരാധന സമയത്ത് ഈ 100 പേരും അതാത് അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് അവർ 1.5 മിനിറ്റ് നൃത്തം ചെയ്യും. അങ്ങനെ ഓരോ ആവരണ അന്ത്യത്തിലും ഈ പറയുന്ന 100 പേരും നൃത്തം ചെയ്യും എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകത ആയിട്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം പൂജ തന്നെയായിട്ട് ആണ് നമ്മൾ കണക്കിലെടുക്കുന്നത്. അവിടെ ആംഗ്യം, ഇപ്പോൾ നൃത്തവും തന്നെ എന്താണ് നൃത്തം വെച്ച് കഴിഞ്ഞാൽ ആംഗ്യങ്ങളെ കൊണ്ടാണല്ലോ, നമ്മുടെ മുഖസ്തോഭങ്ങളെ കൊണ്ടും അതുപോലെ കയ്യിലുള്ള മുദ്രകളെ കൊണ്ടും ഒക്കെ ആണ് അവർ ആശയ സംവേദനം നടത്തുന്നത്. നമ്മൾ പൂജ കഴിക്കുന്നതും അത് തന്നെ, നമ്മുടെ കൈകളിൽ കൊണ്ടുള്ള മുദ്രകളെ കൊണ്ടും പിന്നെ കൂടാതെ പുഷ്പങ്ങളോ ധൂപമോ ദീപമോ ഗന്ധമോ തന്മാത്രകൾ എന്നുള്ള സങ്കല്പത്തിൽ ഈ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചും മുദ്രകളെ കൊണ്ടും മന്ത്രങ്ങളെ കൊണ്ടും നമ്മൾ പൂജ നടത്തുമ്പോൾ അതേപോലെ തന്നെ ഇവരും അവരുടേതായിട്ടുള്ള രീതിക്ക് അവരുടെ ആംഗ്യങ്ങളെ കൊണ്ടും ഈ പറയുന്ന മുദ്രകളെ കൊണ്ടും മുഖത്തെ സ്തോഭത്തെ കൊണ്ടും ഒക്കെ ദേവിയെ ഭജിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ അവിടെ ആരെന്ത് ചെയ്താലും അതൊക്കെ ദേവിക്ക് അഭിമുഖമായിട്ടും ദേവിക്ക് വേണ്ടിയിട്ടും ദേവിയെ പ്രകീർത്തിച്ചും ചെയ്യുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഗണപതിയെപ്പറ്റി പല കഥകളും പണ്ട് മുതലേ വായ്മൊഴിയായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. കുട്ടാത്തിൽ ശങ്കുണ്ണിയുടെ പുസ്തകത്തിലും അതുപോലെ നമ്മുടെ കേരള സാഹിത്യ ചരിത്രത്തിലും മലയാള ഭാഷാ ചരിത്രം അങ്ങനെയുള്ള പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. ഉള്ളൂരിൻ്റെ മറ്റേ ഇതിൻ്റെ ഭാഷ്യം ഉണ്ടല്ലോ, അതിലൊക്കെ ഉണ്ണുനീലി സന്ദേശത്തിൻ്റെ ഭാഷ്യം ഇതിലൊക്കെ വരുന്നുണ്ട്. അതിലൊക്കെ ഗണപതിയുടെ അവദാനങ്ങളായിട്ടാണ് ഇതൊക്കെ പറഞ്ഞു വന്നിട്ടുള്ളത്. ഗണപതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ മറ്റ് സ്ഥലങ്ങളിൽ കാണുന്നത് പോലെയുള്ള ഗണപതി അല്ലാതെ കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു 4 കൈകളോട് കൂടിയാണ് സാധാരണ എല്ലായിടത്തും നമ്മൾ ഗണപതിയെ കണ്ടിട്ടുള്ളത്. എങ്കിൽ ഇവിടെ 10 കൈകളും മഹാലക്ഷ്മിയാകുന്ന ഭാര്യയെ സ്വന്തം മടിയിൽ ഇരുത്തിക്കൊണ്ടും അങ്ങനെയാണ് അതിൻ്റെ ഒരു സങ്കല്പം. മഹാലക്ഷ്മി സമേത മഹാഗണപതി പൂജയാമി തർപ്പയാമി, ഇങ്ങനെയൊക്കെയാണ് മന്ത്രം വരുന്നത്. അവിടെ ആ സങ്കല്പത്തിന് വളരെയേറെ വ്യത്യാസമുണ്ടെന്ന് പറയുകയാണ്. ഗണപതി ആണെങ്കിൽ പോലും ഗണപതി തന്നെ അനേക വിധാനത്തിൽ പൂജിക്കുന്നുണ്ടല്ലോ. അതിലെ മഹാഗണപതി എന്ന് പറയുന്ന സങ്കല്പമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അത് മന്ത്രം വ്യത്യസ്തമാണ്, അതുപോലെ പൂജാവിധാനങ്ങളും ഒക്കെ കുറച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ ആ ഒരു വിധാനത്തിലാണ് ഇവിടെ പണ്ട് മുതലേ ഉള്ളത്. അതുകൊണ്ട് തന്നെ ചില സമയക്രമീകരണങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ എല്ലാവരെയും വിളിക്കുക എന്നുള്ളതാണ്, ഇവിടെ വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരെയും വിളിക്കുക എന്നുള്ളതാണ് നമ്മുടെ പഴയ കാലം മുതലുള്ള സങ്കല്പം. നമ്മുടെ ഒരു സങ്കല്പം തന്നെ വിനായക ചതുർത്ഥിക്ക് വരുമ്പോൾ അവിടെ ആര് വന്നാലും ആണുങ്ങളൊക്കെയും വിനായകനായിട്ടും സ്ത്രീകളൊക്കെ വൈനായകി ആയിട്ടും ആണ്. അവരെയൊക്കെ ഗണപതിയായിട്ട് കാണാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ മനസ്സുകൊണ്ട് നടത്തുന്നത്, ആര് വന്നാലും. അതുകൊണ്ട് എല്ലാവരും വരുന്നവരൊക്കെ
ഗണപതിമാരായിട്ടാണ് നമ്മുടെ സങ്കല്പം. അതുകൊണ്ട് തന്നെ ഗണപതി പ്രാതൽ എന്നാണ് കൊടുക്കുന്ന ഭക്ഷണത്തിന് അന്നദാനം എന്നല്ല പറയുക. അന്നം ദാനം ചെയ്യാൻ തക്കവണ്ണം പ്രമാണിയല്ല നമ്മൾ. ധാരാളം ധനം ഉണ്ടെങ്കിലല്ലേ ദാനം ചെയ്യാൻ പറ്റുള്ളൂ. ധനം ഇല്ല, മറിച്ച് ഗണപതി പ്രാതൽ നടത്തും. അതുകൊണ്ട് ഇവിടെ അന്നദാനം എന്നല്ല പറയാറ്, അല്ലെങ്കിൽ പ്രസാദമുട്ട് എന്നൊന്നുമല്ല പറയാറ്, ഗണപതി പ്രാതൽ എന്നാണ് പറയാറ്. അതിൻ്റെ കാരണം ഇതാണ്, വരുന്നവരെയൊക്കെയും ഗണപതിയായിട്ട് സങ്കല്പിച്ച്, സ്ത്രീകളെ വൈനായികയായിട്ടും കുട്ടികളെ ബാലഗണപതിയായിട്ടും ഒക്കെയാണ് നമ്മുടെ ആ ഒരു സങ്കല്പം മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പേരുകളുമൊക്കെ പറഞ്ഞിട്ടുള്ളതും ഉപയോഗിക്കുന്നതുമൊക്കെ. അപ്പോൾ വരുന്നവരൊക്കെ VIP-മാരാണ്, അല്ലെങ്കിൽ വിശിഷ്ടാതിഥികളാണ്. എന്നാലും നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഗവർണർ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനുണ്ട്, കേരളത്തിൻ്റെ ഗവർണറാണല്ലോ. അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വളരെ സന്തോഷമായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ കൊട്ടാരത്തിൽ നിന്ന് ലക്ഷ്മിഭായ് തമ്പുരാട്ടി വരുന്നുണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്. പൂഞ്ഞാറ്റിലെ വലിയ തമ്പുരാട്ടി, 98 വയസ്സായിട്ടുള്ള ആ മുത്തശ്ശിക്ക് വരണം എന്ന് ആഗ്രഹമുണ്ടെന്ന് അറിയിക്കുകയും അവർ വരികയും ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ 100 പേരിൽ പ്രഥമമായിട്ട് പൂജിക്കുന്നത് തമ്പുരാട്ടിയാണ്. ആ 98 വയസ്സായിട്ടുള്ള തമ്പുരാട്ടിയാണ്. അവർക്ക് എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്യേണ്ട, അവരുടെ മനസ്സിൽ നൃത്തം വന്നുകൊള്ളും ഭഗവതിയെ കാണുമ്പോൾ. അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ ഈ 100 പേരിൽ ഒരാളെന്നല്ല, അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ 98 വയസ്സായിട്ടുള്ള ഈ വലിയ തമ്പുരാട്ടി ആയിരിക്കും എന്ന് പറയുകയാണ്. അതുപോലെ വേറെ പലരും, ഷാജി കൈലാസും അനിയൊക്കെ വരുന്നുണ്ട്. പിന്നെ പല ഉപാസകന്മാർ വരുന്നുണ്ട്, ശ്രീജിത് പണിക്കർ അല്ലെങ്കിൽ ശങ്കുട്ടിദാസ്, ഇവരൊക്കെ സാധാരണ വരാറുള്ള ആൾക്കാരാണ്. അവരൊക്കെ വന്ന് ഉപാസിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. മറ്റൊരു ഉത്സവ സ്ഥലത്ത് പോകുന്ന ഒരു സമ്പ്രദായത്തിലല്ല ഇവിടെ വരുന്നത്. എല്ലാവരും ഭക്തിപൂർവ്വമാണ് വരുന്നത്. നമ്മുടെ പശ്ചിമ ബംഗാൾ ഗവർണർ ആനന്ദ് ബോസ് സാർ വരുന്നുണ്ട്. അദ്ദേഹം പൂജ കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരു ഫംഗ്ഷന് പങ്കെടുക്കുക എന്നുള്ളതല്ല. പൂജയ്ക്ക് ഇരിക്കുക, ഈ ശ്രീചക്ര പൂജയ്ക്ക് ഇരിക്കുക എന്നുള്ളൊരാഗ്രഹത്തിൽ ആണ് അദ്ദേഹം വരുന്നത്. അങ്ങനെ പലരും വരും. അവരൊക്കെ ഗണപതിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഒരു പതിവുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ഒരുക്കങ്ങൾ ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ തന്നെ ഫിക്സ്ഡ് ആണ്. പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ എങ്ങനെ വേണം എന്നുള്ളത്, ഈ പറയുന്ന 100 പേരുടെ നൃത്തം, അതൊക്കെ സംവിധാനം ചെയ്യേണ്ടത് നല്ല ഉപാസകന്മാരും കൂടെ ആയിട്ടുള്ള ഇവരൊക്കെയാണ്. ഷാജി കൈലാസ് മുതലായിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ നല്ല ഉപാസകന്മാരുമാണ്. ഇവർക്ക് അതിനെപ്പറ്റി നന്നായിട്ട് അറിയാം. പിന്നെ സംവിധാനം ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാരാണല്ലോ, അവർക്കൊക്കെ നന്നായിട്ടറിയാം. അവരത് ഭംഗിയായിട്ട് ചെയ്തോളും എന്നാണ്. എന്താണെങ്കിലും ഒറ്റ ഫോക്കസേ ഉള്ളൂ, ഭഗവതിയാണ്. ഭഗവതിയിലേക്കാണ് ഇതിൻ്റെയൊക്കെ ഫോക്കസ് പോകുന്നത്. അതുകൊണ്ട് എല്ലാം അങ്ങോട്ട് ശരിയായിക്കോളും. ഇതാണ് നമ്മുടെ ഒരു വിശ്വാസം. എല്ലാവരും കൂടെ വന്ന് ശരിയാക്കും. അതെ, എല്ലാവരും ഇതേ ഒരു താല്പര്യത്തിലാണ് ഇവിടെ വരിക. എന്നിട്ട് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. എല്ലാവരും ഭക്തിയോടുകൂടി, ഗണപതിയോടുള്ള ഭക്തി കൊണ്ട് വരുന്നത്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കണ്ടിട്ടോ, എന്നെ കണ്ടിട്ടോ, അല്ലെങ്കിൽ വേറെ അതൊന്നും അല്ല. ഈ പാരമ്പര്യത്തിനോട് ഒരു ബഹുമാനം ഉള്ളത് കൊണ്ടും ഇവിടെ കാര്യങ്ങൾ വേണ്ട വിധം ആണ് നടത്തുന്നത് എന്നുള്ളൊരു വിശ്വാസം കൊണ്ടും, അതിലൊക്കെ ഉപരിയായിട്ട് ഗണപതിയോടുള്ള ഭക്തി കൊണ്ടും ആണ് എല്ലാവരും വരുന്നതെന്നുള്ളതുകൊണ്ട് അതൊക്കെ വേണ്ട രീതിയിലായിക്കോളും എന്നാണ്. അങ്ങനെയാണ് ഇത്രയും കാലത്തെ പരിചയം, അനുഭവം.